അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്: നിത്യജീവൻ. ഹലോ, ഗുഡ് മോർണിംഗ്. NIV ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആൻഡ് ദിസ് ഈസ് വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ് us, ഇറ്റേണൽ ലൈഫ്. 1 John chapter 2 verse 25. നമ്മുടെ ഈ ലോകം ക്ഷണികമാണ്. നമ്മൾ കൊച്ചുനാളെ മുതലേ പള്ളിപ്രസംഗത്തിലൊക്കെ കേൾക്കുന്നതല്ലേ. നമ്മുടെ ജോലി ക്ഷണികമാണ്, ആരോഗ്യം ക്ഷണികമാണ്, പണം ക്ഷണികമാണ്, പ്രശസ്തി, സുഖങ്ങൾ, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം ക്ഷണികമാണ്. എന്തിനേറെ പറയും, നമ്മുടെ ജീവിതം പോലും ടെമ്പററി ലൈഫാണ് ഈ ലോകത്തിൽ നമുക്കുള്ളത്. ബട്ട് ദോസ് ഹു ബിലീവ് ഇൻ ട്രൂ ഗോഡ്, ദർ ഇസ് എൻ ഓഫർ. ഹി ഓഫേഴ്സ് സംതിങ് നെവർ ഫെയ്ഡ്സ്. യെസ്, ഇറ്റേണൽ ലൈഫ്. സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒരു ഓഫറുണ്ട്. അതാണ് അവൻ നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്: നിത്യജീവൻ. ലോകത്തിൽ അനേകര് വന്ന ഒരുപാട് മോറൽ വാല്യൂസ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ ഡിഫറൻ്റ് ആക്കുന്നത്, അവൻ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവുകയല്ല. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യതയിൽ തന്നോടൊപ്പം വസിക്കാം എന്നുള്ള വാഗ്ദാനവും ഉറപ്പും നൽകിയിട്ടാണ് പോയത്. വെറുതെ ഒരു ഉറപ്പ് നൽകുക മാത്രമല്ല ചെയ്തത്. അല്ലെ, നിത്യജീവൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കരുതിയിരിക്കുന്നത് എന്താ? സാധാരണ വിശ്വാസിയായിട്ടുള്ള ഞാനും കരുതിയ എന്താണെന്നറിയാമോ? മരണശേഷം സ്വർഗത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധയിലെത്തി അവിടെ കുറേ നാളിങ്ങനെ ദൈവത്തിനോടൊപ്പം നിത്യതയിൽ വസിക്കുന്ന ഒരു സംഭവം. പക്ഷേ വചനം കുറച്ച് ഒന്ന് വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് പിടികിട്ടിയത്. ഇറ്റ് ഈസ് അബൌട്ട് ലിവിങ് വിത്ത് എ പേർപ്പസ്. ഒരു ഉദ്ദേശത്തോടു കൂടി, ഒരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ക്രിസ്തു നൽകുന്ന ഒരു ആഹ്വാനമാണ് നിത്യജീവൻ. നമ്മുടെ ഭാവി ഉറപ്പാക്കാനുള്ളൊരു വാഗ്ദാനം. ജെറമ്യാ പ്രവചനം 29:11 നമ്മൾ ഇപ്രകാരം വായിക്കും: നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. നമ്മുടെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും സ്ഥിരം നമ്മൾ കയറുമ്പോൾ തന്നെ കേൾക്കുന്നൊരു വാക്യമാണ്. എന്നിട്ട് പറയും, നിങ്ങൾക്കൊരു കാർ കിട്ടുന്ന പ്രവചനം കാണുന്നു, നിങ്ങൾക്കൊരു വീട് വെക്കുന്ന വലിയൊരു വീട് ഞാൻ പ്രവചനത്തിൽ കാണുന്നു, നിങ്ങൾ ഓസ്ട്രേലിയയിൽ, കാനഡയിൽ പോകുന്ന പ്രവചനത്തിൽ കാണുന്നു, ദർശനത്തിൽ കാണുന്നു. ഇങ്ങനെല്ലാം പറഞ്ഞ് നമ്മൾക്ക് ഈ നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ ഓഫേഴ്സാണ് അവർ ഈ വചനത്തിൽ ചുരുക്കി നമ്മളോട് പറയുന്നത്. എന്നാൽ വചനം ഒരാൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഈ പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ശുഭമായ ഭാവി. അവനതിന് വിലയായി കൊടുക്കേണ്ടി വന്നത് തൻ്റെ സ്വന്തം രക്തമാണ്. തൻ്റെ സ്വന്തം രക്തം കാൽവരിയിൽ ഒഴുക്കിയതിൻ്റെ ഫലം, അന്ന് ചെലവാക്കിയതിൻ്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, യേശു ചെലവാക്കിയത് നമ്മൾ ഇന്ന് അനുഭവിക്കാനായിട്ട് അവൻ ഓഫർ ചെയ്യുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ: ശുഭമായ ഭാവിയും പ്രത്യാശയും കിട്ടുന്നതിന് വേണ്ടിയിട്ട്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ കിരീടം നഷ്ടമാകാതെ സൂക്ഷിക്കുക, ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ തന്നെ സൂക്ഷിക്കണം. കാരണം പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. നിത്യസമ്മാനത്തിനായിട്ട് ഒരുങ്ങുന്ന പേർപ്പസ്ഫുൾ അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ലക്ഷ്യം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.